ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കണേ. കുരുമുളക് ചെടി വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോട്ടി മിക്സ് തയ്യാറാക്കണം. അതിനുള്ള മണ്ണ്, മണൽ, ചാണകപ്പൊടി, അത് 3 പൊടിയാണ് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് കവറിലാക്കി ഒരു കുറ്റി കുരുമുളകിൻ്റെ ചെടി വേര് പിടിപ്പിക്കുന്നു, ഒരു വള്ളിച്ചെടി വേര് പിടിപ്പിക്കുന്നു, രണ്ടും കൂടി കവറിൽ വെക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. എത്രയും പെട്ടെന്ന് കുരുമുളക് ഉണ്ടാക്കും. ഈ കവറിലേക്ക് പോട്ടി മിക്സ് നിറക്കുകയാണ്. ചാണകപ്പൊടി, മണ്ണ്, മണൽ മിക്സ് ചെയ്ത പോട്ടി മിക്സാണ്. നല്ല ടൈറ്റായിട്ട് നിറക്കുക. നല്ല ടൈറ്റായിട്ട് നമ്മൾ മുളക് വള്ളി കവറിൽ വേര് പിടിപ്പിച്ചെടുക്കുക, അതുപോലെ നിലത്ത് വേര് പിടിപ്പിച്ചെടുക്കുക, അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ താഴെ കൂടിയൊക്കെ മുളകിൻ്റെ താഴെ കൂടിയൊക്കെ പോയി പടർന്ന് പിടിച്ചെടുക്കുന്ന വള്ളി ഉണ്ടല്ലോ, അതിന് അങ്ങനത്തെ ഒരു വള്ളിയാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് കുറ്റി കുരുമുളകിൻ്റെ ഒരു വള്ളിയും നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് വേര് പിടിപ്പിക്കുന്ന ആയിട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു നെറ്റ് പടർന്നൊരു വള്ളിയാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ഒന്ന് ഈ ഒരു വള്ളി നമുക്ക് കവറിൽ വെക്കാനുള്ള, പിന്നെ ഒരു കുറ്റിപ്പുറം ഒരു പിന്നെ തിരിയൊക്കെ വരുന്നൊരു തല നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് പറ്റിയൊരു ഇതൊക്കെ മുളകുള്ള മരമാണ്. ഇതിൽ ശേഷം നല്ല മുളകുള്ള ഒരു മരത്തുമെന്ന് എടുക്കാം. ഈ ഒരു തല നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തിരിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊരു വർഷമായ ഒരു ചെടിയാണ്, വർഷമായിട്ടുള്ളത്. ഇതാക്കി കവുമ്പ് കയറ്റിയിട്ട് ഇപ്പോൾ തിരി ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. ഈമം തന്നെ നമ്മളൊരു പീസ് എടുക്കുകയാണ് കുരുമുളകിന് വേണ്ടിയിട്ട്. ഇത് നമുക്ക് വള്ളി കുരുമുളകാണ്. ഇതൊരു 2-3 പീസാക്കിയിട്ട് നമുക്ക് ഈ കവറിൽ കൊടുക്കാം. 2 പീസാക്കി ഇതിൻ്റെ ഇല ഒന്നും വേണ്ട, ഒരു കുറച്ച് ഇല ഇമ്മിൽ വെച്ചാൽ മതി, ബാക്കിയൊക്കെ ഒഴിവാക്കാം. ഇതാണ് മാറ്റി മതി. ഇപ്പോൾ നമ്മൾ ഈ തണ്ടിൻ്റെ ഇവിടെ നിന്ന് വേര് പിടിക്കും, അതിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് മുറിച്ചാൽ. ഈ ഒരു കണ്ണി നമ്മൾ മണ്ണിൻ്റെ അടിയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് അപ്പോൾ അവിടെ വേര് പിടിച്ചോളും. അതുകൊണ്ട് വേര് വരാനുള്ള ഇതുള്ളതാണ്. ഇത് മണ്ണിൻ്റെ അടിയൊക്കെ ആക്കിയിട്ട് ഈ കവറിൽ മണ്ണിൻ്റെ അടിയിലൊക്കെ ആക്കിയിട്ട് വെച്ചിടുക. അതിന് ഒരു കവറിൽ പതി നമുക്ക് വെച്ചിടുകയാണ്. അത് ശരി, ഇത് ഇപ്പം ഇങ്ങനെ വെച്ചിട്ടാൽ മതി. അത് കവറിൽ വെച്ച് ഇതിൽ നമുക്ക് കുറ്റിക്കുരുമുളകിൻ്റെ ഒരു കുറ്റിക്കുരുമുളക് ഇതാണ്. ഇവിടുന്ന് 2 കമ്പായിട്ട് വന്ന് ഇവിടെ തിരി ഉണ്ടായി, തിരിയൊന്നും വേണ്ട, ഇതൊന്ന് ഒഴിവാക്കാം. ഇവിടെ വെട്ടിക്കളാം. ഇലയൊക്കെ കുറച്ച് വെച്ചാൽ പകുതി ഇടാം.
അടിഭാഗത്തൊക്കെ ഉള്ള ഒഴിവാക്കിയാണ്. ഇത്രയും മതി. അപ്പോൾ ഈ രണ്ട് ജഗയിൽ നിന്നിട്ട് ഈ ഇല മുട്ട നിന്നിട്ട് വേര് വന്നോളൂ. അത് താത്തിയും കഴിഞ്ഞ് മണ്ണിൻ്റെ അടിയിൽ കാക്കിങ്ങനെ വെച്ച ഈ രണ്ട് മുട്ട, അപ്പോൾ ഇവിടെ രണ്ട് മുട്ടിലും വേര് പിടിച്ചോളും. ഏകദേശം ഇപ്പം കുറ്റിമുളക് തേത്തൊക്കെയാണെങ്കിൽ 6 മാസം കൊണ്ട് തന്നെ കായ് പിടിക്കും. മുട്ട മുളകുണ്ടാകാൻ പിന്നെ അതിൻ്റെ കണ്ണിയാണ്. അപ്പോൾ പുറത്തേക്ക് തെറിച്ചിരിക്കുന്ന ഇത് കീറുതലല്ല, അതായത് ഈ പുറത്തേക്ക് നിൽക്കുന്ന ഈ തിരി ഉണ്ടാകുന്ന കണ്ണികളാണ്. ഏകദേശം തേപ്പ് വന്നാൽ 6 മാസം കൊണ്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറേ ഉണ്ടാക്കണം, ഒരു 4-5 10 കവറിലിങ്ങനെ വെക്കണം. ഞാനിപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് മാത്രമേ വെക്കുള്ളൂ. ചിലപ്പോൾ ഒന്ന് നമ്മൾ വെച്ച് കാണാൻ ചിലപ്പോൾ ഒന്ന് പിന്നെ വിജയിച്ചോളണമെന്നൊന്നുമില്ല. കുറേ എണ്ണം ഉണ്ടാക്കും, അപ്പോഴാണ് അതിൻ്റെ വിജയം വരിക. ഇനി നമ്മൾ ശേഷം റൂട്ട് ഹോർമോൺ തേച്ച് കൊടുക്കണം പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടി. ഇത് കുറ്റിക്കുരുമുളക് കൊണ്ട് വല്ലാണ്ട് അങ്ങനെ പെട്ടെന്ന് വേര് പിടിച്ചാളില്ല. മറ്റേത് പെട്ടെന്ന് വേര് പിടിക്കുക, അതിന് റൂട്ട് ഹോർമോണൊന്നും വേണ്ട. റൂട്ട് ഹോർമോണൊക്കെ കഴിഞ്ഞു തുടങ്ങി. ഇനി റൂട്ട് ഹോർമോൺ കയറുമ്പോൾ വാങ്ങണം. റൂട്ട് ഹോർമോൺ ഏകദേശമൊക്കെ കഴിഞ്ഞു തുടങ്ങി. അതിൽ തൽക്കാലം ഇതിനെ ഒപ്പിക്കാനുള്ളൂ. ഈ മുട്ടുന്നാലും വേര് വന്നോളൂ. ഇതിന് ശരി ഇങ്ങനെ നടുക്കത്തുണ്ടാക്കിയിട്ട് അതിലാണ് വെച്ചെടുക്കുക. ഈ രണ്ട് മുട്ടും അടിയിലേക്ക് മണ്ണിൽ കറങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഉറപ്പിച്ച് വെക്കുക. ഇത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. അധികം നനക്കരുത്. 2-3 ദിവസം കഴിയുമ്പോൾ ഒന്ന് ചെറുങ്ങനെ നനച്ചെടുത്ത് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്ത പിന്നെ ഒരിനാണ് ഈ കുരുമുളക്. അധികം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് തണ്ട് ചീഞ്ഞു പോകും. അപ്പോൾ ഇതിന് ചോരത്തൊക്കെയാണ് വെക്കുക. തണൽ ഉള്ള ഭാഗത്ത്, അധികം വെയിലുള്ളാത്ത കറക്റ്റ്. ഈ ഒരു മുളക് തൈ നമ്മൾ ഏകദേശം ഒരു 2 മാസമായിട്ടുള്ളൂ വെച്ചിട്ട്. ഇപ്പോൾ ഇതിനെ നിലത്ത് വെച്ചാണ് പടർന്ന് പിടിച്ച് ഞാൻ കയറി കഴിഞ്ഞു. 2 മാസമായിട്ടുള്ളൂ. എനിക്കൊരു വർഷം കൊണ്ട് തന്നെ അത് മുളകുണ്ടായിക്കോളും. ഒരു മുടക്കമില്ലാതെ പരിപാടിയുണ്ട്. അതായത് വള്ളി എവിടെയെങ്കിലും ഒരു വള്ളിൻ്റെ അല്ലാത്ത ഏതെങ്കിലും സ്ഥലത്തുനിന്ന് വള്ളി കണ്ടാൽ നിലത്തോട്ട് പടർന്ന വള്ളി എടുത്തിട്ട് ഇങ്ങനെ 2-3 പീസാക്കിയിട്ട് അതിൻ്റെ ചുവട്ടിന് കുറച്ച് വിട്ടും കഴിഞ്ഞൊന്ന് ഇവർ വണ്ടി കൊണ്ട് കൊത്തിങ്ങാഞ്ഞ് ചെറിയൊരു കുഴി ഉണ്ടാക്കിയാൽ വെച്ചാൽ അത് വേണ്ട. ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വെച്ചതാണ്. ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ. ഒക്കെ പിടിച്ച് കയറി, ഒറ്റൊന്നും പോയിട്ടില്ല. ഒരു പൊന്തിച്ച് കവുമൽക്ക് കെട്ടിയ അപ്പോൾ അതിമ പിടിച്ച് കഴിഞ്ഞു. നിലത്തൂടെ പടർന്ന് നടന്നത് നാല് കൂട്ടിയിട്ട് പിന്നെ ആ ചുവട്ടിൽ മണ്ണിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ കവുമൽക്ക് പിടിച്ചിട്ട് കവുമലിൻ്റെ എത്ര ഉയരത്തിലെത്തി. അടുത്തുള്ളൊക്കെ മുളക് ഉണ്ടാവും. ഏകദേശം ഒരു വർഷം കൊണ്ടൊക്കെ മുളകുണ്ടാവും. ഇത് 2 വർഷമായതാണ്. ഇങ്ങനെ താഴെ വരെ താഴെ തന്നെ ഇങ്ങനെ തിരിയിട്ട് മുകളിലൊറ്റ അങ്ങനെ പോകും. മുകളിലെത്തി. ഇതൊക്കെ നല്ല തിരിയാണ്. ഏകദേശം അതിപ്പോൾ 1 വർഷം 1.5 വർഷമൊക്കെ ആയതാണ്. ഈ കാങ്ങനെ ഇതിപ്പോൾ 1 വർഷമാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം തിരിയിട്ട് തുടങ്ങിയാണ്. ഒരു കവറിൽ വെച്ചാൽ കവറിൽ 1 വർഷം കഴിഞ്ഞു.
കവറിലാണ് കൊണ്ടിരുന്നത്. വേരൊക്കെ അടിക്കൊക്കെ പോയി. അപ്പോൾ നല്ല തിരികളിട്ട് കഴിഞ്ഞ പ്രാവശ്യം 2-ാം പ്രാവശ്യമാണ് പോയിട്ടിരിക്കുന്നത്. കവറിന് മതിൽമ കൂടി ഇങ്ങനെ വരും. കവറിലൊക്കെ വെച്ച് കവറിൽ അത് മുളപ്പിച്ച് അങ്ങനെ തന്നെ മതിൽ തിരിയത്തുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ